ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവീസ് ഫൈനാൻഷ്യൽ ഫോക്കസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പെഗ് റേഷ്യോ എന്താണെന്നുള്ളതാണ്. ഈ പെഗ് അല്ല കേട്ടോ. സോ പെഗ് റേഷ്യോ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പെഗ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ടു ഏർണിംഗ്സ് ടു ഗ്രോത്ത് റേഷ്യോ എന്നാണ്. ഈ ഗ്രോത്ത് ഫ്യൂച്ചറിൽ എത്ര ഗ്രോത്ത് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ ഇല്ലയോ എന്ന് അനലിസ്റ്റും അല്ലെങ്കിൽ നമ്മുടെ റീറ്റെയിലേഴ്സും ഇൻവെസ്റ്റേഴ്സും നോക്കുന്നതാണ് ഈ ഒരു ഫോർമുല വെച്ച്. അപ്പൊ ഇതിന്റെ ഫോർമുല എന്ന് പറയുന്നത് നമുക്ക് പി റേഷ്യോ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. പി റേഷ്യോ ഞാൻ താഴത്ത് പിന്നെ ചെയ്തേക്കാം. പി റേഷ്യോ ഡിവൈഡഡ് ബൈ ഇതിന്റെ എത്ര ഏർണിംഗ്സ് പെർ ഷെയർ ഗ്രോത്ത് ഉണ്ടെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇതിന്റെ നമുക്ക് പി റേഷ്യോ ഒരു 15 ആണെന്ന് വിചാരിക്കുക. അപ്പം കമ്പനിയുടെ ഇതിന്റെ XYZ കമ്പനിയുടെ അതിന്റെ പോലെ തന്നെ നമുക്ക് 20% ആണ് 1 to 3 years നമ്മൾ ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നത്. 20%. അപ്പൊ 15 ഡിവൈഡഡ് ബൈ 20. അപ്പൊ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.75 ആണ്. അപ്പൊ നല്ല റേഷ്യോ ആണോ അല്ലയോ? ഇത് ഓഫ്കോഴ്സ് നല്ലൊരു റേഷ്യോ ആണ്. ലെസ് ദെൻ 1 എന്ന് പറയുന്ന പെഗ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ്. നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. എന്ന് വെച്ചാൽ ഓവർ വാല്യൂഡ് അല്ല എന്നാണ്, അണ്ടർ വാല്യൂഡ് എന്നാണ് അതിന്റെ അർത്ഥം. ആ സ്റ്റോക്ക് അണ്ടർ വാല്യൂഡ് സ്റ്റോക്ക് ആണ്. ഇനി ഗ്രേറ്റർ ദെൻ 1 ആണെങ്കിൽ നമുക്ക് റിസ്ക് ആണ്, അത് ഓവർ വാല്യൂഡ് ആണെന്നാണ് അർത്ഥം. അപ്പൊ ഈ ഒരു ഫൈനാൻഷ്യൽ മെട്രിക്സ് ഒക്കെ നോക്കിയിട്ട് വേണം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഗ്രേറ്റർ ദെൻ 1 നമ്മൾ പോയി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം ഉണ്ടാവാം. സോ എപ്പോഴും നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ അതല്ലാതെ തന്നെ നമ്മൾ വേറെ റേഷ്യോസും കൂടി നോക്കണം ഇതിനെ കമ്പയർ ചെയ്ത്. അത് പല പല റേഷ്യോസ് ഉണ്ട്, അത് നമുക്ക് മുന്നോട്ട് മനസ്സിലാക്കാം. ബൈ.